ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26 57 മുതൽ 27 54 വരെയുള്ള ഭാഗമാണ്. പക്ഷേ അതിൻ്റെ സെൻട്രൽ മെസ്സേജ്, അതായത് അൺഫെയർ ട്രയൽ, നീതിയുക്തമല്ലാത്ത ന്യായരഹിതമായ ഒരു വിചാരണയാണ് യേശുവിന് നേരിടേണ്ടി വന്നത്. അതിനാണ് അൺഫെയർ ട്രയൽ എന്ന് പറയുന്നത്. ഈ അൺഫെയർ ട്രയൽ എന്ന ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ മെസ്സേജിൽ ഉൾക്കൊള്ളിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൽ കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നിട്ടും യേശുവിന് എതിരായി നീങ്ങിയവരിൽ അഗ്രഗണ്യനായിരുന്നു മഹാപുരോഹിതനായ കയ്യാഫാവ്. In a temple council, some of the Jews said that this man called Jesus is working a lot of miracles. If you don't stop him now, everyone will put their faith in him and the Romans will come and destroy our people and the nation. യഹൂദന്മാരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ, ഇവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും, റോമാക്കാരും വന്ന് നമ്മുടെ ജനത്തെയും രാജ്യത്തെയും നശിപ്പിക്കുമെന്ന്. The high priest Caiaphas had a solution to the problem. He said, you people don't have any sense at all. Don't you know it is better for one person to die for the people than for the whole nation to be destroyed? മഹാപുരോഹിതനായ കയ്യാഫാവ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ വെറും മണ്ടന്മാരാണ്. നിങ്ങൾക്കറിഞ്ഞുകൂടെ ഈ രാജ്യം മുഴുവൻ നശിക്കുന്നതിലും ഭേദം ഒരു മനുഷ്യൻ മരിക്കുന്നതാണ് നല്ലതെന്ന്? കയ്യാഫാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം, ഒരു പ്രസ്ഥാനത്തിനാണ്. എന്നാൽ യേശുക്രിസ്തു കയ്യാഫാവിൻ്റെ ആശയത്തോട് യോജിച്ചിരുന്നില്ല. 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ചു പോകുന്ന ആട്ടിടയന്റെ കഥയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. Jesus' parable that finds a place in St. Luke chapter 15 verse 4 may be a bit contrary to the world's way of doing business. For this world, one person loss is acceptable, but for Jesus, even one person loss was not acceptable. Jesus' philosophy teaches that people matter more than institutions and projects. Jesus did not share Caiaphas' view that an individual is always expendable. തൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരുത്തൻ പോലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് ദൈവം. Caiaphas and company were fully aware that Jesus was not guilty. They even admitted it. But they felt that he must go in the interest of the establishment that was run by corrupt people. There was a miscarriage of justice, and that is what crucified Jesus. When people in authority function like rubber stamps in the hands of unscrupulous persons, there is always miscarriage of justice, and that is what is happening in the world today. That means even today we indulge in the act of crucifying Jesus at every stage of life because there is miscarriage of justice at every stage of life. അധികാരത്തിലിരിക്കുന്നവർ തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അവിഹിത താല്പര്യങ്ങൾക്കും കീഴടങ്ങി ഒരു റബ്ബർ സ്റ്റാമ്പായി മാറുമ്പോൾ അർഹിക്കുന്നവർക്ക് നീതിയും ന്യായവും ലഭിക്കുന്നില്ല. ആ അധികാര ദുർവിനിയോഗമാണ് യേശുവിനെ കുറിച്ചത്. രണ്ടാമതായി, യേശുക്രിസ്തുവിൽ ഒരു തെറ്റും കാണാതിരുന്ന വ്യക്തിയായിരുന്നു റോമാ ഗവർണറായിരുന്ന പിലാത്തോസ്. ദി ഹൈ പ്രീസ്റ്റ് Caiaphas and company sent Jesus to the Roman governor Pilate, who examined Jesus and found that Jesus was not guilty of any crime. But Pilate had a problem. He loved his position more than he loved the truth. Another problem with the Pilate was he was an indecisive administrator. റോമാ ഗവർണർ പീലാത്തോസും യേശുവിൽ കുറ്റമൊന്നും കണ്ടില്ല. പക്ഷേ പീലാത്തോസ് സത്യത്തെക്കാൾ കൂടുതൽ സ്ഥാനമാനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നത് കൊണ്ട് യേശു ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്ന സത്യത്തെ മനസ്സിലാക്കി നിഷ്പക്ഷമായ ഒരു തീരുമാനമെടുക്കാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. When Pilate told the Jewish leaders, I find no reason to condemn this man. They said, if you set this man free, you are no friend of Caesar. Then Pilate got perplexed because his office mattered more to him than the truth. Pilate was unwilling to risk his office in the cause of truth. ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ ഉത്തരവാദബോധത്തോടുകൂടി നിർവഹിക്കുവാൻ മനസ്സില്ലാത്തവർ ചുമതലകൾ ഏറ്റെടുക്കരുത്. People should not seek office just for the sake of privilege and position alone. They should discharge their duties without fear and favor.
പീലാത്തോസ് ചെയ്ത നീചകർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനു വേണ്ടി അവൻ ജനങ്ങളുടെ മുമ്പാകെ തൻ്റെ കൈകൾ കഴുകി. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ പലരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നാം ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായിട്ടും സ്വന്തം താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാൻ ന്യായവും നീതിയും മറച്ചുവെച്ച് നീചകർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് അതിൽ ഒരു പങ്കും ഇല്ല എന്ന് മറ്റും നാം നമ്മുടെ കൈകളെ കഴുകുകയാണ് ചെയ്യുന്നത്. Pilate is remembered for this act of washing his hands. All generations after him have used the expression of washing hands to indicate abdication from responsibility. Though Pilate let it happen, he said, I won't have anything to do with the death of this man. You are the ones perpetrating his death. So Pilate was aware that he was giving permission to murder an innocent person who did nothing wrong, leave aside a crime to deserve death. Pilate must have also done some good things in his official capacity as the Roman governor, but he is not remembered for any of them. Instead, he is and will always be remembered as the man who allowed Jesus to be killed and then tried to disown his responsibility in letting it happen. History never forgave him. People will always believe that right is right and wrong is wrong. If you do something wrong and try to make it look like you had no role to play by washing your hands, history will not forgive you. People will not forgive you because they are also made in the same image of God. ഇന്ന് ലോകം മുഴുവൻ പീലാത്തോസിനെ ഓർക്കുന്നത് ഒരു നീച കൃത്യം ചെയ്തവൻ, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് വീർപ്പുമുട്ടിക്കിടന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് ഉദ്ധരിച്ച് ഒരു പുതിയ മനുഷ്യനാക്കുന്നതിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പാപമില്ലാത്തവനായ യേശു ക്രിസ്തുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചവൻ എന്നാണ് ഇന്നും പീലാത്തോസ് അറിയപ്പെടുന്നത്. പീലാത്തോസ് ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യങ്ങളും ആരും ഓർക്കുന്നില്ല. നാം ജീവിതത്തിൽ പല നന്മകൾ ചെയ്തിട്ടും ഒരു തിന്മ അല്ലെങ്കിൽ പാപം ചെയ്യുമ്പോൾ നന്മയുടെ ഫലം ഇല്ലാതായി പോകുന്നു. അതുകൊണ്ട് തിന്മ അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കുക എന്നതാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ മാർഗം. അഥവാ ഒരു ബലഹീന നിമിഷത്തിൽ മനുഷ്യൻ സാത്താന്റെ വശീകരണ വലയത്തിൽപ്പെട്ട പാപത്തിൽ വീണുപോയി എങ്കിൽ അതിൽ നിന്ന് കരകയറുവാനുള്ള മാർഗം കണ്ണുനീരോടുകൂടി ദൈവത്തെ സമീപിക്കുക എന്നതാണ്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലം ലഭിക്കും എന്നത് ഒരു പരമസത്യം മാത്രമാണ്. വീണ്ടും യേശുവിൽ കുറ്റമൊന്നും കാണാതിരുന്നത് ഹെരോദാവായിരുന്നു. വിശുദ്ധ ലൂക്കോസ് 23:15 കാണുന്നു, ഹെരോദാവും അവനിൽ കുറ്റമൊന്നും കണ്ടില്ല, അവൻ അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. Herod did not find Jesus guilty. However, when Jesus was brought to him, all he could think of was the thrill of seeing a miracle performed. But Jesus was not prepared to perform any miracle to entertain Herod. So Herod joined the soldiers in making fun of Jesus. He was determined to have his fun one way or the other, even if it meant dehumanizing treatment of another. മറ്റുള്ള മനുഷ്യരെ ബലിയാടുകളാക്കി സ്വന്തം താല്പര്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പൂർത്തീകരണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഹെരോദാവിനെ പോലെയുള്ള മനുഷ്യർ ഇന്നും വിരളമല്ല. അവരെ കൊണ്ട് ലോകത്തിന് ഉപദ്രവമല്ലാതെ ഉപകാരങ്ങളൊന്നും തന്നെയില്ല. അടുത്തതായി, യേശു ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞ വ്യക്തിയാണ് പീലാത്തോസിന്റെ ഭാര്യ. സെന്റ് മാത്യു 27:19. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. യു ഷുഡന്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദാറ്റ് ഇന്നസെന്റ് മാൻ. ഷി ഡിക്ലെയർഡ് ജീസസ് ഇന്നസെന്റ് ആസ് ഷി ഹാഡ് എ നൈറ്റ്മെയർ ബിക്കോസ് ഓഫ് ഹിം. ഹിയർ വി ഫൈൻഡ് ദി പ്രസൻസ് ഓഫ് മൈൻഡ് ഓഫ് എ ഡ്യൂട്ടി കോൺഷ്യസ് വൈഫ്. She hasn't casually said that if you don't get involved in his case, that is good for us. No, but she makes it abundantly clear how her husband ought to conduct himself in his position. ഇവിടെ തൻ്റെ ഭർത്താവിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ വയ്ക്കുന്ന
ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭാര്യയെ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. She was very clear about it. Sometimes wives and even grown-up children are casual about the wrongs done by their husbands or fathers. Their excuse is, I don't interfere in my husband's or father's work. But that is no excuse, for the simple reason that they do reap the benefits of their husbands and fathers' possessions, so they are involved. പിലാത്തോസിന്റെ ഭാര്യയുടെ മറ്റൊരു ഗുണവിശേഷം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തന്റെ ഭർത്താവിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടാതിരുന്നുകൊണ്ട് നീതിമാനായ ഒരു മനുഷ്യനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതായ ആ നീചകൃത്യത്തിൽ പങ്കുചേരുവാൻ അവർ ആഗ്രഹിച്ചില്ല എന്നതിലും ഉപരിയായി തന്റെ ഭർത്താവിനെ ഒരു പാപകൃത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നതാണ്. She was not a willing bystander. She gave her firm opinion and urged taking the side of justice. She obviously did not want to be guilty of condemning an innocent man by complacent non-interference. She believed she was involved in her husband's affairs of state. She wouldn't willingly stand by while he did an injustice. തന്റെ ഭർത്താവിന്റെ ഔദ്യോഗിക പദവിയിൽ കൂടി ലഭിക്കുന്നതായ എല്ലാ നന്മകൾക്കും പ്രത്യുപകാരമായി പീലാത്തോസിന്റെ ഭാര്യ നീതിക്കും ന്യായത്തിനും വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കുടുംബിനികൾ അറിഞ്ഞിരിക്കേണ്ടതായ വലിയ ഒരു മെസ്സേജ് ഇതിൽ ഉൾക്കൊള്ളുന്നു. യേശു നിരപരാധിയായിരുന്നു എന്ന് മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയായിരുന്നു യൂദാസ് കറിയോത്ത. From the beginning itself, Judas believed in Jesus' innocence. But money power was so important for Judas that he was ready to betray Jesus for it. However, Judas expected Jesus to arouse himself, display his power and escape death. But Jesus wouldn't defend himself. He stood silent before his accusers and judges and allowed himself to be condemned. When that happened, Judas realized that he betrayed an innocent man. St. Matthew chapter 27 verses 3 and 4. And the price Judas paid for this betrayal was death. He committed suicide. Those who are in the habit of betraying others, betraying or cheating poor people who can't defend themselves should remember that their end will also be self-destruction like that of Judas. നമ്മുടെ ഈ ലോക ജീവിതത്തിലും നിരപരാധികളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരുടെ അവസാനവും സ്വയം നശിക്കൽ തന്നെയായിരിക്കും. വീണ്ടും യേശുവിൽ ഒരു കുറ്റവും കാണാതിരുന്ന വ്യക്തിയായിരുന്നു യേശുവിൻ്റെ കൂടെ കുരിശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരാൾ. യേശു നിരപരാധി ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ കള്ളന്റെ മാനസികാവസ്ഥയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്, തെറ്റ് ചെയ്യുന്നവർക്കും ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയുവാനുള്ള വിവേകമുണ്ട് എന്നുള്ളതാണ്. Even those who do evil know right from the wrong. There always comes a time to decide whether you persist in evil or side with the right. അവസാനമായി യേശു നിരപരാധിയായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി ആയിരുന്നു യേശുവിനെ കുരിശിച്ച ശതാധിപൻ, ദി സെഞ്ചൂറിയൻ ഹു ക്രൂസിഫൈഡ് ജീസസ് in Mark chapter 15 verse 39. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. അങ്ങനെ അധികാരത്തിലിരിക്കുന്നവരും അല്ലാത്തവരുമായ അനേകം പേർ യേശു നിരപരാധിയാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞിട്ടും യേശു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. കാരണം അത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു. In Isaiah 53:6 we find, we all like sheep have gone astray. Each one of us turned to his own way, and the Lord has laid on him the iniquity of us all. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. God gave him the punishment we deserved, and therefore the death of Jesus was substitutionary. Jesus died on the cross in our place for every one of us. നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് യേശു കുരിശിൽ മരിച്ചു. Now the befitting gift we must give back to God for his magnanimity of giving his own son for the purpose of delivering the humanity from the mud of sin is living a life as per the will and wish of our Heavenly Father, at least from today, so that we shall be comfortable while facing Jesus on his second coming, which is near at hand.
Let us therefore be prepared, because the Son of Man is coming at an hour we do not expect. St. Luke chapter 12 verse 40. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായ ആ ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ ഒരു നന്ദി പ്രകടനം ഇനിയെങ്കിലും പാപം ചെയ്യാതെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അങ്ങനെയുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് കാൽവയ്ക്കുവാൻ ഈ ദുഃഖവെള്ളിയാഴ്ച ധ്യാന ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.